ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാവേരി കല്യാണത്തിന് ഒരു വർഷത്തെ എഗ്രിമെന്റിൽ ഒപ്പിട്ടതിന് ശേഷം അവൾ ആകെ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ സഹോദരിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് നരന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നരൻ അവിടേക്ക് പെണ്ണ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. അപ്പോൾ കാവേരി അവിടെ ഉണ്ടായിരിക്കില്ല. എന്തായാലും ശാരദയും ഗംഗയും മുത്തശ്ശിയും ഒക്കെ വളരെ മോശമായി അവരോട് സംസാരിക്കുകയാണ്. മോശം എന്ന് വെച്ചാൽ തരാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, എന്തായാലും ആ വീട്ടിലേക്ക് തരാൻ പറ്റില്ല എൻ്റെ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് നരന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. വല്ലാത്ത ചാട്ടവും ഇങ്ങനെ ദേഷ്യക്കാരനൊക്കെയാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് അവരത് കൊടുക്കാൻ സമ്മതിക്കാഞ്ഞതും. അതിനുശേഷം അവര് പോയിട്ട് നരനോട് വിവരം പറയുകയാണ്. വെറുതെ നാണം കിട്ടും അവിടെ വരെയും പോയിട്ട്, നീ എന്താ വിചാരിച്ചത്? അവരങ്ങ് പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി പണമുണ്ടെന്ന് കരുതി പെണ്ണ് ചോദിച്ചാൽ അവര് തരുമെന്ന് വിചാരിച്ചോ? ഇതിപ്പോ വല്ലാത്ത നാണക്കേടായി പോയി എന്ന് പറയുമ്പോൾ നരനത് ദേഷ്യം വരികയാണ്. അവള് തന്റെ എഗ്രിമെന്റിൽ തെറ്റിക്കുമോ എന്നുള്ള ഒരു ദേഷ്യം അവനുണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നരൻ അവളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. കാവേരിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ പെണ്ണ് ചോദിച്ചു വന്നപ്പോൾ നിങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഒരു സംഭവം നടത്തുമെന്നുള്ളത്. അവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും അവരായിട്ട് തീരുമാനിച്ച് ഒരു ഡേറ്റ് കുറിച്ച് കല്യാണം നടത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇനി ഞാൻ കാത്തിരിക്കില്ല. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച അന്ന് നീ എൻ്റെ കൂടെ വരണം, നീ എൻ്റെ കൂടെ വന്നിട്ട് കല്യാണം കഴിക്കാൻ നീ റെഡി ആയിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അയ്യോ ഈ വരുന്ന ഞായറാഴ്ച അത് പെട്ടെന്നായില്ലേ എന്ന് പറയുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് ഉടായ്പൊന്നും നടത്തണ്ട, എന്തായാലും നീ തരാനുള്ള പൈസയും അതുപോലെ തന്നെ എന്നെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല, ഞാൻ മൊത്തത്തിൽ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നരൻ കാവേരിയെ ഭീഷണിപ്പെടുത്തുകയാണ്. കാവേരി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ നിളയാണെങ്കിൽ ഉഷാറായി നല്ല സുഖമായിട്ട് വരികയാണ്. അപ്പൊ നിള പറയുന്നുണ്ട്, ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ അസുഖം മാറി വീട്ടിലോട്ട് പോകാല്ലേ, അപ്പൊ എനിക്ക് സ്കൂളിലൊക്കെ പോകാൻ പറ്റൂലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാ നമുക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റാ എന്ന് ചോദിക്കുമ്പോൾ ഈ വരുന്ന ഞായറാഴ്ച നമുക്ക് ഡിസ്ചാർജ് ആവാം എന്ന് നമ്മുടെ നിള പറയുകയാണ്. കാരണം ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോകാലോ, അങ്ങനെയാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ കാവേരിയുടെ മനസ്സിൽ തീയാണ് വീഴുന്നത്. കാരണം നരൻ പറഞ്ഞിട്ടുള്ളത് ഞായറാഴ്ച കല്യാണം കഴിക്കാമെന്നാണ്. അപ്പോൾ അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയത് എന്ന് ശാരദ അമ്മ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അമ്മ എന്ന് പറയുകയാണ്. നീ ഓടി നടന്ന് ആകെ വല്ലാതെയായി എന്ന് പറയുന്നുണ്ട് ശാരദ. അങ്ങനെ അതിനുശേഷം അവര് അങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഈ പറയുന്ന വിനീതാണെങ്കിൽ ശാരദ നിളയുടെ അരികിൽ തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കാണ്. അപ്പം നമ്മുടെ വിനീത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗംഗ. ഹേമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ യമുനയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കാവേരി ആണെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ആകെ ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വിനീതാണെങ്കിൽ തയ്ക്കുന്നതിനിടയിൽ അപ്പുറത്തെ വീട്ടിലോട്ട് ഇങ്ങനെ എത്തിച്ച് നോക്കിയിട്ടാണ് ഇവിടെ തുന്നുന്നത്. അപ്പൊ അത് ഗംഗ കാണുന്നുണ്ട്. അപ്പൊ വിനീതേട്ടൻ എന്താ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നത്, എന്തുട്ടാ ഇപ്പൊ എത്തിച്ച് നോക്കാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. എല്ലാം അപ്പുറത്തെ വീട്ടിലെ സാറെങ്ങാനും അവിടെ ഉണ്ടോന്ന് നോക്കിയതാണ്. ആ സാറ് കണ്ടു കഴിഞ്ഞാല് ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്ക് ആകെ കലിയളകും എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, അവരുടെ വീടിന്റെ അകത്തേക്കൊന്നും ഈ ശബ്ദമൊന്നും കേൾക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നാള് കേട്ടിട്ടാണല്ലോ ഇവിടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് അപ്പൊ വിനീത് പറയുമ്പോ യമുന പറയുന്നുണ്ട്, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് കാവേരി ചേച്ചി പറഞ്ഞതല്ലേ. അല്ല കാവേരി ചേച്ചി അയാളോട് സംസാരിക്കാറുണ്ടോ? പിന്നെ എപ്പോഴാ പറഞ്ഞത്? അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാവേരി അവിടെ കിടന്ന് ഉരുളുകയാണ്. അങ്ങനെ അവർ 3 പേരും അവരുടെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നരൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തെ വീട്ടിലോട്ട് നോക്കുമ്പോൾ കാവേരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ടെൻഷൻ അടിച്ചിട്ട് നടക്കുന്ന കാണുന്നുണ്ട്. കാവേരി നരനെ കാണുകയാണ്. അപ്പൊ നരൻ കൈകൊണ്ട് ഇങ്ങോട്ട് വായോ എന്നിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട് കാവേരി. അതെ എന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ കാവേരി അങ്ങനെ പതുക്കനെ നരന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ വരുന്ന ഞായറാഴ്ചയാണ്
കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഡേറ്റ് അത് എൻ്റെ ഒരു ഫ്രണ്ട് നിന്നെ വിളിക്കും, നിന്റെ നമ്പർ ഇങ്ങോട്ട് തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിക്കും, ഒരു പെണ്ണിൻ്റെ പേര് പറയാണ്, ഒരു അപ്പൊ അവള് വിളിച്ചിട്ട് നിനക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് കല്യാണത്തിന് വേണ്ടത്, എന്തെല്ലാം ഇതൊക്കെയാണ് സൗകര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് അവരോട് പറയണം. അപ്പൊ അവള് നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എന്നിട്ട് കല്യാണം കഴിക്കണം, നീ വരണം ആ സമയത്ത് എന്നിങ്ങനെ പറയുമ്പോൾ കാവേരി പറയാണ്, അയ്യോ അന്നത്തെ ദിവസം നിളമോളുടെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണെന്ന് പറയുമ്പോൾ, നിളയോ അതാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, എൻ്റെ സഹോദരി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കില്ല. അതൊക്കെ ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞ ഡേറ്റിന് നീ മര്യാദയ്ക്ക് വരണം, കല്യാണം കഴിച്ചിരിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഞാൻ എല്ലാം കൂടി നശിപ്പിക്കും, കേട്ടല്ലോ, എൻ്റെ സ്വഭാവം അറിയാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴേ ഇവർ 3 പേരും ശ്രദ്ധിക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കാവേരിയെ ഇങ്ങനെ അയാൾ സംസാരിക്കുന്ന കാണുമ്പോൾ അവർ എന്താണാവോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ചാടി എഴുന്നേൽക്കാണ് വിനീതിന് പോവാൻ ധൈര്യമില്ല നരൻ്റെ അരികിലേക്ക്. എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ നരൻ അവിടെ നിന്നും ഇവൾക്ക് ഇങ്ങനെ താക്കീതൊക്കെ കൊടുത്ത് പോവുകയാണ്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ കാവേരി ഇവര് 3 പേരും നോക്കണ കാണുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ചെല്ലിയാണ്. എന്താ പറഞ്ഞത്, നിന്നോട് എന്തിട്ട് അയാള് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്താ കാവേരി അയാൾ പറഞ്ഞത്, നിന്നോട് എന്തിനാ അയാൾക്ക് സംസാരിക്കേണ്ട കാര്യം എന്ന് ഗംഗ ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, അത് വേറൊന്നല്ല. അപ്പൊ നമ്മുടെ വിനീത് ചോദിക്കുകയാണ്, ഇവിടെ തയ്ക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം അയാൾ വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അയാളൊരു പ്രശ്നവും പറഞ്ഞില്ല, തയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്, ആൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാളെ ഇവിടെ തയ്ക്കാൻ പാടുള്ളൂ, പിന്നെ നമ്മൾ വേറെ ഒരു എവിടെയെങ്കിലും റൂം നോക്കാനാണ് അയാൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് കാവേരി പറയുകയാണ്. അത് ഞാൻ ഉടനെ തന്നെ നോക്കിക്കോളാം കാവേരി എന്ന് വിനീതും മറുപടി പറയുകയാണ്. അങ്ങനെ അതിനുശേഷം കാവേരി വീണ്ടും ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗംഗയാണെങ്കിൽ അവിടെ ഗംഗയുടെ പണികൾ എന്തോ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യമുന അവിടെയുണ്ട്. അപ്പോൾ യമുന അപ്പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ഗംഗയോട് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം പറയണം, എങ്ങനെ പറയും, എന്തായാലും ചേച്ചിയോട് പറയാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് കാവേരി ഗംഗയോട് പറയാൻ നിൽക്കുമ്പോൾ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എല്ലാം പൈസ അപ്പൊ പോയ കാര്യം പറയേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ വിനീതേട്ടനാണ് അത് കളഞ്ഞത് എന്നുള്ളതും ഗംഗേച്ചി മനസ്സിലാക്കും, അപ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അവൾ പറയുകയാണ്, അതെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഒരാൾ സഹായിച്ചു, ആ സഹായത്തിന് പകരമായി അവളെ കല്യാണം കഴിക്കാനാണ് ആവശ്യപ്പെടുന്നത്, എന്താണ് ചേച്ചിയുടെ അഭിപ്രായം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗംഗ പറയുന്നത്, നീ എന്തൊക്കെ ഈ പറയുന്നത്, അതിനാരെങ്കിലും കല്യാണം കഴിക്കുമോ, അതൊന്നും നടക്കണ കാര്യമൊന്നുമില്ല, നീ വേറെ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഇപ്പൊ നീ എന്നോട് എന്തിനാ പറയേണ്ട ആവശ്യം, നീ അതൊക്കെ വിട്ട് എന്തായാലും നിളമോളെ കൊണ്ടുവരാൻ നമുക്ക് നേരത്തോടെ തന്നെ പോകാലേ, 8 മണിയോടുകൂടി പോകാലേ എന്നൊക്കെ ഇങ്ങനെ സമയം പറഞ്ഞ് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കാവേരി എന്ത് ചെയ്യും എന്നറിയാതെ ടെൻഷൻ അടിച്ച് നടക്കാണ്. എന്തായാലും കാവേരിക്ക് നരൻ പറഞ്ഞ കാര്യത്തിനോട് അയാളെ വാക്കനുസരിക്കേണ്ടി വരികയാണ്. നിളമോളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ നരന്റെയും അതുപോലെ കാവേരിയുടെയും വിവാഹം നടക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.